السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أشهد أن لا إله إلا الله ولي الصالحين وأشهد أن محمدًا عبده ورسوله إمام المتقين صلى الله عليه وعلى آله وصحبه ومن سار على نهجه واستنى بسنته إلى يوم الدين. أما بعد. സഹോദരന്മാരെ, സഹോദരികളെ, തർബിയത്ത് ക്യാമ്പിൽ നമ്മൾ ഇപ്പോൾ തുടർന്നു വരുന്നത് ഷെയ്ഖ് ഹാഫിള് മുഹമ്മദ് അസ്ലം രചിച്ചിട്ടുള്ള തജ്വീദ് നിയമങ്ങളുടെ ബുക്കാണ് നമ്മൾ തർബിയത്ത് ക്യാമ്പിലെ തജ്വീദ് പഠന ക്ലാസ്സിന് വേണ്ടി അവലംബമാക്കി എടുത്തിട്ടുള്ളത്. അതിലെ മഖാരിജ്, അൽ ഹുറൂഫ്, അതുപോലെ നൂൻ, മീം അസാക്കിന, നൂൻ മീൻ മുഷദ്ദദ പോലുള്ള ഹുക്കുമുകൾ കഴിഞ്ഞ തർബിയത്ത് ക്യാമ്പുകളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ എടുക്കുന്നത് അല്ലാമാത്തു സാക്കിന എന്നതാണ്. സുക്കൂനുള്ള ലാമുകൾ. ഖുർആനിൽ പാരായണം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും നമ്മൾ ഖുർആൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് പാരായണം ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് നിർബന്ധമായും നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് അത് പാലിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതിന് പകരം അത് പഠിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. കാരണം നമ്മൾ വേറൊന്നുമല്ല പാരായണം ചെയ്യുന്നത്, ഖുർആനാണ്. അപ്പോൾ ഖുർആൻ അതിൻ്റെ ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യാൻ നമ്മൾ നിർബന്ധമായും അത് പഠിച്ചിരിക്കേണ്ടതുണ്ട്. ലാമ് എന്ന് പറയുന്നത് അതിന് ഹറക്കത്ത് വരുന്ന അവസ്ഥയുണ്ട്, ഫതഹ, കസ്റ, ദമ്മ വരുന്ന അവസ്ഥയുണ്ട്. ഈ ഹറക്കത്തില്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയാം. ഏതൊരു ഹർഫിനും ഹറക്കത്തില്ലാത്ത അവസ്ഥക്കാണ് സുക്കൂൻ എന്ന് പറയാം. ലാമിന് സുക്കൂൻ ചെയ്തു വരികയാണെങ്കിൽ ഖുർആനിൽ അതിന് 5 വിധത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക, 5 രൂപത്തിൽ. ഒന്ന്, ലാമു താരിഫ്, ഒരു കാര്യത്തെ വ്യക്തമാക്കുന്നതിന്, നിർണ്ണയിക്കുന്നതിന് വേണ്ടി അറബിയിൽ കൊടുക്കുന്നതാണ് ലാമു താരിഫ്. അൽ എന്ന ഉച്ചാരണം വരുന്നത്, അതിലെ സുക്കൂൺ ചെയ്യപ്പെട്ട ലാമ്. രണ്ടാമത്തേത് ലാമുൽ ഫിഅൽ. ഫിഅൽ എന്ന് പറഞ്ഞാൽ ക്രിയകളാണ്. ആ ക്രിയകളിൽ വരുന്ന സുക്കൂൺ ചെയ്തിട്ടുള്ള ലാമ്. മൂന്നാമത്തേത് ലാമുൽ ഹർഫ്. അറബിയെ അതിൻ്റെ വ്യാകരണ പ്രകാരം ഇസ്മ്, ഫിഅൽ, ഹർഫ് എന്ന രൂപത്തിൽ അതിനെ തിരിച്ചതായി കാണാൻ സാധിക്കും. അവയവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ ലാമ് സുക്കൂൺ ചെയ്തു വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഹുക്കുമ് വരുന്നത്, എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നാലാമത്തേത് ലാമുൽ ഇസ്മ്. ഇസ്മുകളിൽ, നാമങ്ങളിൽ വന്നിട്ടുള്ള ലാമുകൾ. അഞ്ചാമത്തേത് ലാമുൽ അമ്ര. അമ്ര, കൽപ്പനകളിൽ വരുന്ന ലാമുകൾ. ഈ ലാമുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലെ സുക്കൂൺ ചെയ്തു വരുന്ന സന്ദർഭത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹറക്കത്ത് വരുന്നതല്ല, ഫതഹയോ ദമ്മയോ കസ്റയോ വരുന്നതല്ല, മറിച്ച് ഈ ലാമിന് സുക്കൂൺ ചെയ്തു വരുമ്പോഴുള്ള നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ 5 എണ്ണമുണ്ട്. 5 എണ്ണവും നമുക്ക് ഇന്ന് ചിലപ്പോൾ പറഞ്ഞു തീർക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് സമയത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് എവിടെയാണോ നമ്മൾ എത്തുന്നത് അവിടെ നിർത്തും. ബാക്കി അടുത്ത തർബിയത്ത് ക്യാമ്പിലായിരിക്കും എടുക്കുക. അതിലൊന്നാമത്തേത് ലാമു താരിഫ്, നിർണായകമായ ലാമ്. അതായത് ഒരു നാമത്തെ, ഒരു ഇസ്മിനെ അല്ലെങ്കിൽ ഒരു കാര്യത്തെ
നമ്മൾ ആമായി പറയുന്നതിൽ നിന്നും ഏതെങ്കിലും ഒരു സ്പെസിഫിക്കായി ഒരു കൃത്യമായ രൂപത്തിൽ ഇന്നത് എന്ന രൂപത്തിൽ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അറബിയിൽ അലിഫ് ലാം ചേർത്തിട്ടുള്ള അൽ എന്ന ഉച്ചാരണം. അതിൽ വരുന്ന സുക്കൂനായിട്ടുള്ള ലാമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് കിതാബുൻ എന്ന് പറഞ്ഞാൽ ബുക്ക്, അത് ഏത് ബുക്കുമാകാം. കിതാബുൻ എന്ന് പറഞ്ഞാൽ ഒരു ബുക്ക്, അത് ഏതുമാകാം. അൽ കിതാബ്, ഒരു ബുക്ക് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു കിതാബിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ അൽ എന്ന് ചേർക്കും. അൽ കിതാബ്. ഷംസുൻ, സൂര്യൻ. അഷംസു, ആ സൂര്യൻ കൃത്യമായി നമ്മൾ നിർണ്ണയിക്കുകയാണ്. അത് ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. കലമുൻ, അൽ കലം. ബലദുൻ, അൽ ബലദ്. അവിടെ അല്ല് ചേർക്കുന്നതോടുകൂടി സ്പെസിഫിക്കായി നമ്മൾ ഏതൊന്നിനെ കുറിച്ചാണോ കൃത്യമായി വിവരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് പറയുന്നതിനാണ് ഇവിടെ ലാമു താരീഫ് എന്ന് പറയുക. നാമങ്ങളിൽ അതിന് മുമ്പ് വരുന്ന ആ നാമങ്ങളെ കൃത്യമായി ഇന്നതിനാണ് എന്ന് പറയാൻ വേണ്ടി ഉച്ചരിക്കുന്ന, അതിനു വേണ്ടി ചേർക്കുന്ന അൽ, അതിലെ സുക്കൂനായ ലാമാണ് ലാമു താരീഫ് കൊണ്ട് ഇവിടെ ഈ സുക്കൂൻ ചെയ്യപ്പെട്ട ലാമ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് രണ്ട് ഹുക്കുമുകളുണ്ട്. ഒന്ന് ഇൽഹാർ ചെയ്യുക എന്നാണ്. ഈ ലാമ സുക്കൂനുള്ള ലാമിനെ ഇൽഹാർ ചെയ്യുക, വ്യക്തമാക്കി ഉച്ചരിക്കുക എന്നതാണ്. 14 അക്ഷരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഹംസ, ബ, ഗൈൻ, ഹ, ജീം, കാഫ്, വാവ്, ഖ, ഫ, ഐൻ, ഖാഫ്, യ. അറബിയിൽ മൊത്തത്തിൽ 18 അക്ഷരങ്ങളാണ്, 28 അക്ഷരങ്ങളാണ്. അതിൽ 14 അക്ഷരങ്ങൾ ഈ രൂപത്തിൽ ഇൽഹാർ ചെയ്യേണ്ടതാണ്. ഈ അക്ഷരങ്ങൾക്ക് മുമ്പിലായി ലാമു താരീഫിലെ സുക്കൂനുള്ള ലാമു വന്നാൽ അവിടെ നമ്മൾ ആ ലാമിനെ വെളിവാക്കി ഉച്ചരിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു അൽ കിതാബ്, അൽ കിതാബ്. അടുത്തത് വരുമ്പോൾ ഇദ്ഗാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം കുറച്ചുകൂടി മനസ്സിലാവും. അൽ ഖമർ, അൽ ജന്ന. അവിടെയൊക്കെ ലാമ് കേൾക്കുന്നുണ്ട്. അൽ എന്ന് പറയുമ്പോൾ ലാമ് കൃത്യമായി കേൾക്കുന്നുണ്ട്. ഈ 14 അക്ഷരങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അത് ഒറ്റ വരിയിലാക്കി തന്നിട്ടുണ്ട്. ഇബ്ഗി ഹജ്ജക വഖഫ് അഖീമഹു. ഇബ്ഗി ഹജ്ജക വഖഫ് അഖീമഹു. ഈ 14 അക്ഷരങ്ങൾ കൂടിയിട്ടുള്ള ഒരൊറ്റ വാചകമാണ്. ഇതിന് ഇദ്ഹാർ ഖമരി എന്നും പറയും. ഇദ്ഹാർ ഖമരി എന്നും ഇതിന് പറയും. കാരണം അറബിയിലെ അക്ഷരങ്ങളിൽ, അബ്ജദിയായിട്ടുള്ള അല്ലെങ്കിൽ അറബിയിലെ അക്ഷരങ്ങളിൽ ചില അക്ഷരങ്ങളെ ഹുറൂഫുൽ ഖമരിയ എന്നും ചില അക്ഷരങ്ങളെ ഹുറൂഫു ഷംസിയ എന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹുറൂഫുൽ ഖമരിയ ആയിട്ടുള്ള അക്ഷരങ്ങളാണ് ഇതിൽ ലാമ് ചേർക്കുമ്പോൾ വെളിവായി വരുന്നത്. ലാമിനെ ചേർക്കും, ലാമ് ഇദ്ഹാർ ചെയ്തു വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇദ്ഹാർ ഖമരി എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞത് ലാമു താരീഫാണ്. ലാമു താരീഫിൽ 2 ഹുക്കുമുകളാണ്. ഒന്നാമത്തെ ഹുക്കുമ് ഇൽഹാർ ചെയ്യുക എന്നതാണ്. 14 അക്ഷരങ്ങൾക്ക് മുമ്പ് അതിൽ ലാമ് സുക്കൂൺ ചെയ്ത് അൽ താരീഫിൻ്റെ ലാമ് സുക്കൂൺ ചെയ്ത് വരുമ്പോൾ അവിടെ ലാമ് കേൾക്കുന്ന രൂപത്തിലാണ് ഉച്ചരിക്കേണ്ടത്. അതിന് രണ്ടാമത്തെ ഹുക്കുമ് അൽ ഇദ്ഗാം, കൂട്ടി ലയിപ്പിച്ച് ഉച്ചരിക്കുക എന്നതാണ്. അവിടെ ലാമ് തൊട്ടടുത്ത അക്ഷരത്തിനോട് ചേർത്ത് ആ ലാമിന് പകരം അവിടെ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഉച്ചരിക്കുക. അതും 14 അക്ഷരങ്ങളാണ്. ത, ഫ, സ്വാദ്, റ, ത, ضاد, ذا, ذال, നൂൻ, ദാൽ, സീൻ, വ, സായ്, ഷീൻ, ലാം. ഈ അക്ഷരങ്ങളെ ഒരു ചെറിയ പദ്യത്തിൻ്റെ ഭാഗത്ത് ആ വരികളുടെ ആദ്യത്തെ ലെറ്ററായിട്ട് കാണുന്നതാണ്, കളർ ചെയ്ത് നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ ലെറ്ററായിട്ട് കാണുന്നതാണ് ഈ അക്ഷരങ്ങൾ. ത്വബ്,
ثم صل رحما تفز ضف ذا نعم دع سوء ظن زر شريفا للكرم എന്ന ഈ രടികളിൽ അത് പണ്ഡിതന്മാർ പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ വേണ്ടി അത് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിയാൽ അത്വയ്യിബാത്ത്, നേരത്തെ പറഞ്ഞ ഉദാഹരണം അൽ കിതാബ് എന്നായിരുന്നു. ലാമുൽ ഖമരിയയിൽ ഇൽഹാർ ഖമരിയയിൽ വന്നത് അൽ കിതാബ്, അവിടെ ലാമ് കേട്ടിരുന്നു. രണ്ടാമത്തേത് വരുന്നത് അത്വയ്യിബാത്ത്, അവിടെ ലാമ് കേൾക്കുന്നില്ല, സൈലൻ്റാണ്. ലാമിനെ തായിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യുന്നത്. അന്നുഷൂർ, അപ്പോൾ ഇവിടെ ലാമിന് പകരമായിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് ശബ്ദമാണ്. അൽ നുഷൂർ എന്ന് പറയില്ല, അതിന് പകരം അന്നുഷൂർ. വശംസി, വശംസി വദുഹാഹ നമ്മൾ ഓതാറുണ്ട്. വശംസി അല്ലേ, അവിടെയും വൽ ഷംസി എന്ന് പറയില്ല. ലാമിനെ അവിടെ ഇൽഹാർ ചെയ്യുകയില്ല, മറിച്ച് ലാമിനെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് അവിടെ ഉച്ചരിക്കുക. അപ്പോൾ ലാമു താരീഫിന് 2 ഹുക്കുമുകളാണ് പറഞ്ഞത്. ഒന്ന്, ഇൽഹാർ ചെയ്യുക, 14 അക്ഷരങ്ങൾ, ആ 14 അക്ഷരങ്ങൾക്ക് മുമ്പായി ലാമ് സുക്കൂൺ ചെയ്തു വരുമ്പോൾ അവിടെ ഇൽഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. അതിന് ലാം ഖമരിയ അല്ലെങ്കിൽ ഇൽഹാർ ഖമരി എന്ന് പറയുന്നു. രണ്ടാമത്തേത് ഇദ്ഗാം ചെയ്യുക എന്നത്, അവിടെ ഈ 14 അക്ഷരങ്ങൾക്ക് മുമ്പ് ലാമ് സുക്കൂൺ ചെയ്തു വരുമ്പോൾ ആ ലാമിനെ തൊട്ടടുത്തുള്ള അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് ആ തൊട്ടടുത്തുള്ള അക്ഷരം ഏതാണോ ആ അക്ഷരത്തിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നു. ഇതിന് ലാം ഷംസിയ എന്ന് പറയും. ഈ ലാമിനെ ലാം ഷംസിയ എന്നും ഈ ഇദ്ഗാമിനെ ഇദ്ഗാം ഷംസി എന്നും പറയും. ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഓതുന്ന സമയത്ത് ആ ഉദാഹരണങ്ങൾ വരും. എന്നാൽ നമ്മളിപ്പോൾ ലാമിൻ്റെത് പറഞ്ഞപ്പോൾ ഇത് ഈ അൽ എന്നത് അതിലെ ലാമ് സായിദയായിട്ട് വരുന്നതാണ്. കൂടുതലായി ആ കിതാബുൻ എന്ന ആ കെലിമയിൽ സായിദായിട്ട് കൂടുതലായി വർദ്ധിച്ച് വരുന്നതാണ്, നമ്മൾ ചേർക്കുന്നതാണ് അതിലേക്ക്. ചില അക്ഷരങ്ങളിൽ ലാസിമായി തന്നെയാണ് ആ ലാമുണ്ടാകുക. ആ ലാമ് ആ അക്ഷരത്തിൽ നിന്ന് വേർപെടാത്ത രൂപത്തിലായിരിക്കും ഉണ്ടാകുക. ഉദാഹരണത്തിന് അല്ലദീന, അല്ലദീ, അവിടെ നമുക്ക് എഴുതിയത് തന്നെ കാണാം, 2 ലാമില്ല, ഒറ്റ ലാമാണുള്ളത്. അല്ലദീന, അല്ലത്തി, അല്ലദീ, അല്ലാഹ്, അല്ലാഹ് എന്ന് പറയുമ്പോഴും അവിടെ 2 ലാമിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. അള്ളാഹു എന്നത് സത്യത്തിൽ ഇലാഹ്, അൽ ഇലാഹ് എന്നതാണ് അതിൻ്റെ ശരിയായ രൂപം, അൽ ഇലാഹ്. അതിനെ വായിക്കുവാനുള്ള അല്ലെങ്കിൽ പറയുവാനുള്ള ആ ഉച്ചാരണത്തിന് വേണ്ടി അതിൻ്റെ ഹംസ് അള്ളാഹു എന്നതിലെ അൽ ഇലാഹ് എന്നുള്ള ഹംസിനെ എടുത്തു മാറ്റുകയും ലാമ് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അങ്ങനെയാണ് അള്ളാഹു എന്ന പദം വന്നത്. അപ്പോൾ ഇവിടെ അല്ലദീന, അല്ലത്തി, അല്ലദി, അള്ളാഹ് എന്ന പദമൊക്കെ ഇതിന് ഇദ്ഗാമിൻ്റെ ഹുക്കുമുകളാണ് വരിക. ഇദ്ഗാമിൻ്റെ ഹുക്കുമാണ് ഇവിടെ വരിക. അള്ളാഹു എന്ന ഉച്ചാരണത്തിന് വേറെ ചില ഹുക്കുമുകളുണ്ട്, അത് നമ്മൾ നേരത്തെ പഠിച്ചതിലുണ്ട്. കാരണം അത് അതിന് മുമ്പ് വരുന്ന ഹറഫിനനുസരിച്ച് അതിൻ്റെ തഫ്ഖീമും തർക്കീക്കും വ്യത്യാസം വരും. തഫ്ഖീമും തർക്കീക്കും വ്യത്യാസം വരും. അള്ളാഹു എന്ന പദത്തിൻ്റെ മുമ്പ് ഫത്ഹയോ ദമ്മോ ആണെങ്കിൽ നമ്മൾ അള്ളാഹ് എന്ന തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക, ഖുൽ ഹുവല്ലാഹ്. എന്നാൽ അതിനു മുമ്പ് അള്ളാഹു എന്ന ലഫ്ദുൽ ജലാലക്ക് മുമ്പ് വരുന്നത് കെസ്റയാണെങ്കിൽ അവിടെ തർക്കീക്ക് ചെയ്താണ് ഉച്ചരിക്കുക. ബിസ്മില്ലാ, ബില്ലാ, ലില്ലാ, അവിടെ ലില്ലാ പറയില്ല, ബിസ്മില്ലാ പറയില്ല. ആ വ്യത്യാസം അള്ളാഹു എന്ന പദത്തിന് ഉണ്ട്. അടുത്തത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലാമുൽ ഫിഅൽ, ക്രിയകളിലുള്ള ലാമാണ്. ക്രിയകൾ നമുക്കറിയാം, മാളി, മുദാരി, അംർ, ഈ 3 ക്രിയകളാണ് അറബിയിലുള്ള എല്ലാ ഭാഷകളിലും അത് തന്നെയാണുള്ളത്. ഭൂതം, ഭാവി, വർത്തമാനം, അല്ലെങ്കിൽ പിന്നെ കൽപ്പന ക്രിയ വരുന്നത്. ഇതിൽ
ഈ ക്രിയകളിലെല്ലാം തന്നെ അത് മാളിയാകട്ടെ, മുദാരി ആകട്ടെ, അമ്രാകട്ടെ, ഇതിൽ ആ കെലിമയുടെ മധ്യത്തിലും വരാം, അവസാനത്തിലും വരാം. ലാമിന് സുക്കൂൺ ചെയ്തുകൊണ്ട് ആ കെലിമയുടെ മധ്യത്തിലും വരാം, ആ കെലിമയുടെ അവസാനത്തിലും വരാം. ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഹുക്കുമുകളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഹുക്കുമ് എന്ന് പറയുന്നത് ഇൽഹാർ ചെയ്യുക എന്നതാണ്. ഇൽഹാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കുക, വ്യക്തമാക്കി പാരായണം ചെയ്യുക. ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇൽതഖ, അത് ഇസ്മല്ല, നൗണല്ല. ഇൽതഖ കണ്ടുമുട്ടി എന്നാണ്. ഇൽതഖ മധ്യത്തിലാണ് വന്നിട്ടുള്ളത് അല്ലേ, മാദിയാണ്. അൻസൽനാഹു, അൻസൽ ലാമിന് സുക്കൂൺ ചെയ്തു വന്നു, ആ ലാമിനെ നമ്മൾ ഇൽഹാർ ചെയ്താണ് ഉച്ചരിക്കുക. യൽതഖിതുഹു മുദാരിയായിട്ടുള്ള പദമാണ്. യൽതഖിതുഹു. അലം അഖുൽ ലക, അഖുൽ ലക, അവിടെ ആദ്യത്തെ ലാമാണ്, രണ്ടാമത്തതല്ല. ആദ്യത്തെ ലാമ് അഖുൽ, ആ ലാമ അവിടെ കേൾക്കുന്നുണ്ട്. അൽഖി കൽപ്പന, അമ്രൻ. അൽഖി. തവക്കൽ അലല്ലാഹ്, തവക്കൽ. അവിടെയൊക്കെ ലാമ് കേൾക്കുന്ന രൂപത്തിലാണ് പാരായണം ചെയ്യേണ്ടത്. അതിലെ രണ്ടാമത്തെ ഹുക്കുമ് എന്ന് പറയുന്നത് ഇദ്ഗാമാണ്. രണ്ടാമത്തെ ഹുക്കുമ് ഇദ്ഗാമാണ്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ലയിപ്പിച്ചോതുക, മറ്റക്ഷരത്തിലേക്ക് അതിൻ്റെ ശേഷമുള്ള അക്ഷരത്തിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുക എന്നൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. അത് വരുന്നത് ഏതെങ്കിലും ഒരു കെലിമയുടെ അവസാനത്തിൽ ലാമിന് സുക്കൂൺ ചെയ്തു വരിക, ഫെയിലിൻ്റെ കാര്യമാണ്. ഫെയിലിൻ്റെ ഏതെങ്കിലും ഒരു ഫെയിലിൽ ലാമ് ആ പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂൺ ചെയ്തു വരികയും അതിന് ശേഷം ലാമോ റാഓ വരികയും ചെയ്താൽ, അതിന് ശേഷം ലാമോ റാഓ വരികയും ചെയ്താൽ അവിടെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക. ഖുൽ ലാ അസ്അലുക്കും, ഖുൽ ലാ അസ്അലുക്കും എന്നാണ് അവിടെ ഓതുന്നത്. റാ വരുമ്പോൾ ഖുർ റബ്ബി, ഖുർ റബ്ബി എന്ന് ഉച്ചരിക്കും. ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് തമാസുലാണ്, രണ്ട് ഹർഫുകളും തമ്മിലുള്ള സാമ്യതയാണ്. ലാമും വരുമ്പോൾ രണ്ടും ഒരേ ഹർഫാണ്. മറ്റൊന്ന് തക്കാറുബാണ്, അടുപ്പമാണ്. രണ്ടിൻ്റെയും മഹ്റജ് അടുത്തടുത്താണുള്ളത്. ലാമും റാവും അതിൻ്റെ മഹ്റജുകൾ അടുത്താണുള്ളത്. അതുകൊണ്ട് പറയുവാൻ പ്രയാസമായതുകൊണ്ട് അതിനെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് അവിടെ ഉച്ചരിക്കുക. അപ്പോൾ ലാമുൽ ഫിഅലിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ഇൽഹാർ, രണ്ട് ഇദ്ഗാം അല്ലേ. ഇദ്ഗാം വരുന്നത് ലാമിനും റായിനും ലാമിന് ശേഷം ലാമോ റാഓ വന്നാൽ മാത്രമാണ് ഇദ്ഗാം ചെയ്യേണ്ടതുള്ളൂ. ബാക്കി എല്ലാ ഹർഫിൻ്റെ വന്നാലും ഏത് ഹർഫ് വന്നാലും അവിടെയൊക്കെ ഇൽഹാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക. ഇൻഷാ അല്ലാഹ് ഇതാണ് ഞാനിപ്പോൾ 2 ഭാഗങ്ങളെ എടുത്തിട്ടുള്ളൂ. ബാക്കി 3 ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത തർബിയത്ത് ക്യാമ്പിൽ നമ്മൾ എടുക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ലാമാത്ത് സാക്കിന, അതായത് സുക്കൂൺ ചെയ്തു വരുന്ന ലാമുകളുടെ നിയമങ്ങളാണ്. അതിൽ 5 എണ്ണമുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ലാമ് താരീഫ്, രണ്ടാമത്തത് ലാമ് അൽ ഫിഅൽ, 3 ലാമുൽ ഹർഫ്, 4 ലാമുൽ ഇസ്മ, 5-മത്തത് ലാമുൽ അമ്ര അല്ലേ. ഈ 5 എണ്ണത്തിൽ ഒന്നാമത്തേൻ്റെ നമ്മൾ വിശദീകരിച്ചു. ലാമു താരീഫിന് 2 ഹുക്മുകളാണുള്ളത്. ഒന്ന് ഇൽഹാർ, 2 ഇദ്ഗാം. ലാമുൽ ഫിഅലിനും 2 ഹുക്മാണ്. ഒന്ന് ഇൽഹാർ, 2 ഇദ്ഗാം. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ഖുർആനില്ലേ, എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് അമ്മയത്തസാഅലൂൻ. സൂറത്ത് നബ ഒരു പ്രാവശ്യം നമുക്ക് പാരായണം ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. അതിൽ വന്നിട്ടുള്ള ആ ഹുക്മ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ ഓതുന്നത് നിങ്ങളൊന്ന് കേൾക്കുക, അതിന് ശേഷം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് ഓതാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 582-ാമത്തെ പേജാണ് കേട്ടോ, 582-ാമത്തെ പേജ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
عَمَّ يَتَسَاءَلُونَ عَنِ النَّبَإِ الْعَظِيمِ الَّذِي هُمْ فِيهِ مُخْتَلِفُونَ كَلَّا سَيَعْلَمُونَ ثُمَّ كَلَّا سَيَعْلَمُونَ أَلَمْ نَجْعَلِ الْأَرْضَ مِهَادًا وَالْجِبَالَ أَوْتَادًا وَخَلَقْنَاكُمْ أَزْوَاجًا وَجَعَلْنَا نَوْمَكُمْ سُبَاتًا وَجَعَلْنَا اللَّيْلَ لِبَاسًا وَجَعَلْنَا النَّهَارَ مَعَاشًا وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَجَعَلْنَا سِرَاجًا وَهَّاجًا وَأَنزَلْنَا مِنَ الْمُعْصِرَاتِ مَاءً ثَجَّاجًا لِنُخْرِجَ بِهِ حَبًّا وَنَبَاتًا وَجَنَّاتٍ أَلْفَافًا. 16-ാമത്തെ ആയത്ത് വരാണ്. മുഴുവൻ നമുക്കെടുക്കാനുള്ള സമയമില്ല. ഇവിടെ ഒന്ന് നമ്മൾ നോക്കിയാൽ കാണാം, 2-ാമത്തെ ആയത്തിൽ അനിന്നബഇ നമ്മൾ പറഞ്ഞ നിയമം അവിടെ വന്നിട്ടുണ്ട് അല്ലേ. നൂനിന് മുമ്പ് അലിഫ് ലാം വന്നു, അലാമിന് സുക്കൂനാണ്. അവിടെ ഇദ്ഗാം ചെയ്യണം അല്ലേ. ലാമു താരിഫിൻ്റെ അവിടെ ഇദ്ഗാം ചെയ്യണം. അല്ലദീ നമ്മൾ പറഞ്ഞു, അല്ലദീ വേർപെട്ട് വരാത്ത രൂപത്തിൽ അലിഫ് ലാം വന്നത്. അലം നജ്അലിൽ അർദ ഇസ്മ നമ്മൾ എടുത്തിട്ടില്ല. അതുപോലെ പിന്നെ നമുക്ക് വരുന്നത് വജഅൽനാ നൗമക്കും സുബാത വജഅൽനൽ ലൈല ലിബാസ. അവിടെ ഇദ്ഹാറും വരുന്നുണ്ട്, ഇദ്ഗാമും വരുന്നുണ്ട്. ജഅൽന എന്നുള്ളത് അവിടെ ഇദ്ഹാറായിട്ടാണ് ഉച്ചരിച്ചിട്ടുള്ളത് അല്ലേ. ലാമ് വ്യക്തമാകുന്ന രൂപത്തിലാണ് ഉച്ചരിച്ചിട്ടുള്ളത്. ഈ രൂപത്തിൽ നമ്മൾ ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. عَمَّ يَتَسَاءَلُونَ عَنِ النَّبَإِ الْعَظِيمِ الَّذِي هُمْ فِيهِ مُخْتَلِفُونَ كَلَّا سَيَعْلَمُونَ ثُمَّ كَلَّا سَيَعْلَمُونَ أَلَمْ نَجْعَلِ الْأَرْضَ مِهَادًا وَالْجِبَالَ أَوْتَادًا وَخَلَقْنَاكُمْ أَزْوَاجًا وَجَعَلْنَا نَوْمَكُمْ سُبَاتًا وَجَعَلْنَا اللَّيْلَ لِبَاسًا وَجَعَلْنَا النَّهَارَ مَعَاشًا وَبَنَيْنَا فَوْقَكُمْ سَبْعًا شِدَادًا وَجَعَلْنَا سِرَاجًا وَهَّاجًا وَأَنزَلْنَا مِنَ الْمُعْصِرَاتِ مَاءً ثَجَّاجًا
لنخرج به حبا ونباتا وجنات ألفافا. നമ്മൾ ഈ അവസരത്തിൽ മാത്രമല്ല എപ്പോൾ ഖുർആൻ ഓതുന്ന സമയത്തും പഠിക്കുന്ന കാര്യങ്ങൾ പരമാവധി നമ്മളൊന്ന് ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.